എന്താണ് ഒരു OTV സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. എന്താണ് ഒരു OTV സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇത് ഇങ്ങനെയുള്ള ഈ ഒരു ഫോമിലാണ് ഉണ്ടാകുന്നത്. ഇതാണ് OTV സർട്ടിഫിക്കറ്റ്. ഇതെപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടത്. അതായത് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിനുശേഷം നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യത്തെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് OTV സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസിലേക്കുള്ള സർട്ടിഫിക്കറ്റ്സ്, അതായത് ഏതൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടോ അത് പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ OTV സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെക്കണം എന്നില്ല, പ്രിൻ്റ് എടുത്ത് വെക്കണം എന്നില്ല. ഏത് ടൈമും നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നത്, അത് ഈ ഒരു OTV സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഇതിൽ നമ്പർ ഉണ്ട് ഫസ്റ്റ് തന്നെ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പിന്നെ ക്വാളിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് അവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു OTV സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ഒരു പോസ്റ്റിന്, അതായത് വേറെ ഇതേ ക്വാളിഫിക്കേഷനുള്ള മറ്റൊരു പോസ്റ്റിൽ നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഒന്നുകൂടി ആ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിവിടെ യൂസർ IDയും പാസ്വേഡും കൊടുത്തിട്ട് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളെ യൂസർ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടാവും. അതിൽ OTV സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ OTV സർട്ടിഫിക്കറ്റ് പെർമനൻറ്റ് കാൻഡിഡേറ്റ് നമ്പർ PCN അത് ജനറേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പ്രിൻ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ കാണിക്കുന്നുണ്ട്, ഡൗൺലോഡ് ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു OTV സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ OTV സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സിൽ എന്താണ് മാറ്റം വരിക എന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മുന്നേ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെത് ഇവിടെ ഓൾറെഡി ഒരു പ്രാവശ്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുക, OTV സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രൂഫ് ഓഫ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിൽ വെരിഫൈ ചെയ്യാത്ത വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് കണ്ടില്ലേ, അത് വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഈ ഒരു റെഡ് ഇൻറ്റു മാർക്കാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രീൻ ടിക്ക് മാർക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഈ ഒരു OTV സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെയും ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ വരും. അത് മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അവർ നോക്കുക പോലും ഇല്ല. നിങ്ങൾക്ക് OTV സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ, ഈ ഗ്രീൻ ടിക്ക് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല, അത് വെരിഫൈഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. വേറെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.